തിരുവനന്തപുരം ആറ്റിങ്ങലിലും ദേശീയപാത നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതി. ചതുപ്പുകളിൽ നിന്നുള്ള നീരൊഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണം റോഡിന്റെ തകർച്ചയ്ക്ക് ഇടയാക്കുമെന്നാണ് ആശങ്ക. സമീപത്തെ റോഡുകൾ വെള്ളത്തിലായതോടെ വഴിമുട്ടിയ നാട്ടുകാരും ദുരിതത്തിലായി. ദേശീയപാതയിൽ ആറ്റിങ്ങലിൽ നിന്ന് ചിറയൻകീഴിലേക്കുള്ള സ്ട്രെച്ചിലാണ് അശാസ്ത്രീയ നിർമ്മാണം ആശങ്കയുണ്ടാക്കുന്നത്. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ വയലുകളും ചതുപ്പുകളും നിറഞ്ഞ പ്രദേശത്തൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത്. രണ്ട് വശത്തു നിന്നുമുള്ള നീരൊഴുക്ക് തടഞ്ഞാണ് നിർമ്മാണം. നീരൊഴുക്ക് തടയുന്നത് റോഡിന്റെ തകർച്ചയ്ക്കിടയാക്കുമെന്നും ആശങ്കയുണ്ട്. നമ്മുടെ കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് ഉൾപ്പെടുന്ന ഒരു മധ്യഭാഗത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ റോഡിന്റെ സൈഡുകളിൽ കൂടി ഉണ്ടായിരുന്ന ഓടകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. ഭൂമിശാസ്ത്രപരമായ വെള്ളം ഒഴുക്കിന് തടസ്സം വന്നു. ഈ റോഡ് നിർമ്മിച്ച തുടക്കം മുതൽ ഏകദേശം 1 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇത് റോഡ് വിണ്ട് കീറിയിട്ടുണ്ട്. അവർ വേനൽ വരുന്ന സമയത്ത് വിണ്ട് കീറിയ സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് ടാറിട്ട് ഒഴിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പോകും. ഇപ്പോഴെന്താ ആ തുടക്ക സമയത്ത് വിണ്ട് കീറിപ്പുണ്ട്. അതുകൊണ്ട് ഇത് ഇടിഞ്ഞു താഴാനുള്ള ഒരു അവസ്ഥയുണ്ട്. നീരൊഴുക്ക് തടഞ്ഞുള്ള റോഡ് നിർമ്മാണത്തിൽ ജനങ്ങളും ദുരിതത്തിലായി. വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങാനാകാത്ത അവസ്ഥ. റോഡിൽ മാസങ്ങളായി വെള്ളക്കെട്ട്. പോകാൻ വേറെ വഴിയില്ല, ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് പഞ്ചായത്ത് റോഡാണ്. ഈ റോഡ് വന്നതിന് ശേഷം വാട്ടർ ചാനലില്ല. വെള്ളം പുറത്തോട്ട് ഒഴുകാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ കെട്ടിക്കിടക്കും. പിന്നെ ഈ കൊതുവിൻ്റെ ശല്യം വേറെ രീതി, പാമ്പിൻ്റെ ശല്യമുണ്ട്. പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഒരു ഇടുപ്പോളം വെള്ളം വന്നാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അത് എക്സാമിന് കഴിഞ്ഞ വർഷം ഈ വെള്ളം കയറിയപ്പോൾ എക്സാം ടൈം ആയിരുന്നു. അപ്പോൾ എക്സാമിന് കയറിയപ്പോൾ തന്നെ മതിൽ ചാടി അപ്പുറത്തോടെ പോയി. പിന്നെ തിരിച്ചു വരുമ്പോൾ നനഞ്ഞുകൊണ്ട് അങ്ങ് വരും. ബുദ്ധിമുട്ടാണ്, ചെളിയൊക്കെ പറ്റും. നിർമ്മാണത്തിലെ പിഴവ് അടിയന്തരമായി പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റിയും സർക്കാരും. ന്യൂസ് 18 തിരുവനന്തപുരം.